സൂര്യനെയും ചന്ദ്രനെ അധീനപ്പെടുത്തിയതും സൃഷ്ടിച്ചതും നീയാണ്. അതുകൊണ്ട് അതിന്റെ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഇപ്പൊ സമസ്ത പറയുന്നറിയോ, അതൊക്കെ നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. അതുകൊണ്ട് അത് നിയന്ത്രിക്കുന്ന ആരാണോ അയാളോടല്ലേ പറയണ്ടേ, ശരിക്കും നിയന്ത്രിക്കണേ, അപകടമൊന്നും വരുത്തരുതേ. അപ്പൊ ദുആ ആരോടാ? CM മടവൂരിനോട്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്തിനാ ലോകത്ത്? ഒരു സൃഷ്ടി ആരാധിക്കാൻ പറയാൻ നന്ദി കെട്ടൊരു പ്രസ്ഥാനം ഈ ഭൂമിയിൽ എന്തിനാ? നന്ദി കെട്ടെ. ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു സൃഷ്ടി 4 കാലിൽ നിൽക്കുന്ന ഒരു സൃഷ്ടിയുടെ നന്ദി പോലും നിനക്ക് എന്തുകൊണ്ടില്ല? ഇത് ഞാൻ പറയുമ്പോൾ അങ്ങ് ദേഷ്യം പിടിച്ചോ? അല്ല പറഞ്ഞതാ, അല്ല ചോദിച്ചതാ, അല്ല ചോദിച്ചതാ. ആകാശഭൂമികളുടെ നാഥൻ 100-ാമത്തെ അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിക്കണ്ടേ? APK സുന്നിനോടും നന്ദി കെട്ട മനുഷ്യരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? വൽആദിയാതി ലബ്ഹാ ഫൽമൂരിയാതി കദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ. എന്നിട്ട് പറയാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. ഈ മൊയിലിയാർ ഉൾപ്പെടെയുള്ള വർഗത്തെ പറ്റി അല്ലാഹ് പറയാണ് ഇൻസാനിൽ പെട്ടോ നന്ദി കെട്ടോനാ. അതിന് ആദ്യം അല്ലാഹ് പറഞ്ഞെന്തറിയോ? യുദ്ധഭൂമിയിലേക്ക് കുതിര യജമാനെയും ചുമന്നു പോവുകയാണ്. ആ കുതിരക്ക് എന്ത് പരിക്ക് പറ്റിയാലും ആ കുതിര നന്ദി കാണിക്കുകയാണ്. അല്ലാഹ് കേട്ടോ പറയണേ. ഇബ്നു ഖയ്യിം ജൗസിക്ക് നന്ദി കാണിക്കാൻ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇബ്നു ഖയ്യിം ജൗസി ഇത് പറയുന്നുണ്ട്. മനസ്സിലാക്കണം, ആ കുതിര എന്താണ്? എനിക്ക് വെട്ടുകൊണ്ടാലും കുത്തുകൊണ്ടാലും എനിക്ക് വെള്ളവും പുല്ലും തന്ന യജമാനനോട്, അദ്ദേഹത്തിനോട് നന്ദി സൂചകമായി ഞാൻ മരിക്കും. ഒരു നായിക്ക് വെള്ളം കൊടുത്താൽ ഭക്ഷണം കൊടുത്താൽ അത് വാലിങ്ങനാണ്. പക്ഷെ അല്ലാഹ് പറയുന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. മനുഷ്യൻ അങ്ങനല്ലടോ, ഭൂരിപക്ഷവും നന്ദി കെട്ടവനാണ്. എത്ര ഗൗരവമായ, എന്നിട്ട് എന്താ പറയുന്നത്? നമുക്ക് ആലോചിക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്, അല്ലെ? ശരിക്കും ചിന്തിക്കാവുന്നതാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞുതരാം. ഒരു ചെറിയ ഉദാഹരണം. മോനെ അതിൽ 7-ാമത്തെ ക്ലിപ്പ് വന്നിട്ടെ. ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം ശൈഖുനാ മടവൂർ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്ഥലങ്ങളിൽ ശൈഖുനെ എത്തിയപ്പോ 10-20 കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോൾ, സഹോദരിമാരെയും സഹോദരന്മാരെയും കണ്ടപ്പോ ശൈഖുന മക്കൾ വേണ്ടേ എന്ന് ചോദിച്ച് ആ ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകി. അവർക്കൊക്കെ മക്കളുണ്ടായി. 25 കൊല്ലമായി ആമിന എന്ന സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കാണ്. ആമിന ഉമ്മാന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ശൈഖുന ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വീട്ടുകാരിയായ ആമിനയെ നോക്കിയിട്ട് ശൈഖുന ചോദിച്ചു, മക്കളെ വേണോ? ആമിന ഉമ്മ പൊട്ടിയങ്ങ് കരഞ്ഞു, അട്ടഹസിച്ച് കരഞ്ഞു. സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 25 കൊല്ലമായല്ലോ. ഒരു മോളെ തരാൻ, ഒരു മോനെ തരാൻ, ഒരു കുഞ്ഞിനെ തരാൻ പാതിരാത്രികളിൽ കരങ്ങൾ മലർത്തിയിട്ട് നിസ്കാരപ്പായിൽ നിന്ന് ദുആയിലാണല്ലോ. ഇന്നുവരെ റബ്ബ് എന്റെ ദുആ സ്വീകരിച്ചില്ലല്ലോ. എന്റെ വീട്ടുകാരിൽ പലർക്കും, എന്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ധാരാളം ആളുകൾക്ക് മക്കളെ കൊടുക്കുന്ന റബ്ബേ, നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ. ഈ സങ്കടത്തിലാണ് ആമിന എന്ന ആ ഉമ്മയുള്ളത്, സഹോദരിയുള്ളത്. സുഹൃത്തുക്കളെ, ശൈഖുന സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മക്കളെ വേണോ? ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് വേണം. 25 കൊല്ലമായി ഞാൻ ആ സങ്കടത്തിലാണ്. ശൈഖുനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് പറയുന്നു, ഖുതുബുൽ ആലം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും കേട്ടോ, നിങ്ങൾ അടുത്ത കൊല്ലം ഉമ്മയാണ് കേട്ടോ. ശൈഖുന വാക്ക് പറഞ്ഞു തിരിച്ചുപോയി. 10 മാസം പിന്നിട്ടേണ്ട താമസമുണ്ടായി. ആ പെണ്ണിനതാ കുഞ്ഞ് പിറന്നു. ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. പ്രിയപ്പെട്ടവരെ, അതെ, കരയാ വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അറബി കോളേജുകളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്. സമസ്ത നടത്തുന്ന കോളേജിൽ ഒരു കുട്ടിനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നരകം ഉറപ്പ് വരുത്തുക. നരകം ഉറപ്പ് വരുത്തുക. ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞ എന്താന്ന്? 25 കൊല്ലം റബ്ബിനോട് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അയൽവാസികൾക്കൊക്കെ കുട്ടികളെ കൊടുത്ത റബ്ബേ, എനിക്കൊരു കുട്ടിനെ താൻ അന്ന് കൊടുത്തില്ല. അപ്പൊ CM മടവൂര് ചോദിക്കണം, കുട്ടിനെ വേണോ? അപ്പൊ എന്താ സ്ത്രീയുടെ മനസ്സിൽ? 25 കൊല്ലോ പടച്ചോനോട് ചോദിച്ചിട്ട് എന്ത് പടച്ചോനാ കുട്ടി കിട്ടീന? ഞാനേ റഹ്മത്തുള്ള കാസിമിന്റെ ഖുർആൻ പരിഭാഷയെന്ന് കുട്ടി
കുട്ടികളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അല്ല പറഞ്ഞേ പറയാട്ടോ. മൊയ്ലിയാർ അവിടെ കട്ടെ, മൊയ്ലിയാർ അവിടെ അല്ല പറഞ്ഞ് കേൾക്കാൻ തയ്യാറുള്ളവരോട് കേട്ടോളൂ. 71-ാം അധ്യായം. ഇത് ശരിക്കും നമ്മൾ ആലോചിക്കണം കേട്ടോ, നല്ലോണം ആലോചിക്കണം. കുട്ടികളെ കിട്ടാൻ അമ്പിയാക്കൾ ചെയ്ത വഴി എന്താണ്, ഔലിയാക്കൾ ചെയ്ത വഴി എന്താണ്, സഹാബത്ത് ചെയ്ത വഴി എന്താണ്, ഇവര് പഠിപ്പിക്കുന്ന വഴി എന്താണ്? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ മൊയ്ലിയാർ ഈ പ്രസംഗം ചെയ്തത് എന്തിനാ? കുട്ടികളെ കിട്ടാത്തവരോട് അള്ളഹാനോട് തേടാനാണോ, അല്ല വേണ്ട നമുക്ക് ഉണ്ടല്ലോ എന്ന് പഠിപ്പിക്കാനാണോ? എന്തിനാ? അത്യാവശ്യം തലച്ചോറുള്ളവര് ഒന്നാലോചിക്കുക, എന്തിനാ? CM മടവൂരിനെ ആരാധിക്കാൻ വേണ്ടിയാണോ, CM മടവൂരിനെ അംഗീകരിക്കാൻ വേണ്ടിയാണോ, അല്ല വേണ്ട എന്നുള്ളൊരു ആശയം പഠിപ്പിക്കാനാണോ? എന്തിനാ? ഇനി 950 വർഷം തൗഹീദ് പറഞ്ഞ നൂഹ് നബി, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്ത കാര്യം എന്താ? ജനങ്ങളോട് പറയുന്ന ഒരു വാക്ക് അള്ളെടുത്ത് ധരിക്കാൻ. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷ ചെയ്യുന്നത് 71-ാം അധ്യായം സൂറത്ത് നൂഹ് 28 ആയത്താണുള്ളത്. അതിലെ 10, 11, 12, 13 ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കേട്ടോ. ഖുർആന فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. ആയത്തുങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളണം കേട്ടോ. മൊയ്ലിയാരങ്ങൾ ഓർക്കണം, ആയത്തുങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. KV കുട്ടനാടിന്റെ പരിഭാഷയും നിങ്ങൾ കേൾക്കണം. രണ്ടും നമുക്കിതൊക്കെ തെളിവാ. ഇനി എന്താ പറയണേ? നൂഹ് നബി പറയാട്ടോ, നിങ്ങളുടെ നാഥനോട് അള്ളാനോട് പാപമോചനത്തിനർത്ഥിക്കുക, നിശ്ചയമായവൻ ഏറെ പൊറുക്കുന്നവനാണ്. എന്നിട്ട് നൂഹ് നബി പറയാണ്, അള്ളാനോട് നിങ്ങളെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, പൊറുക്കലിനെ തേടിയാൽ അല്ല നിങ്ങൾക്ക് ചിലത് ചെയ്തു തരും. അല്ല ചെയ്തു തരും. നൂഹ് നബി ചെയ്തു തരുന്നല്ല. നൂഹ് നബി ഉലുൽ അസ്മിന്റെ പ്രവാചകനാ. അദ്ദേഹത്തിന് പോലും ആ കഴിവുണ്ടായിരുന്നില്ല. CM മടവൂർ ആരാ ചങ്ങായിമാരെ? ആരാ? സ്വർണ്ണമോതിരം ധരിച്ച ധിക്കാരി, നോമ്പിന് ഭക്ഷണം കഴിച്ച ധിക്കാരി, നിസ്കരിക്കാത്ത ധിക്കാരി. നൂഹ് നബി ആരാ? നൂഹ് നബി അവരോട് പറയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. എന്തായാലും അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ. ഞാൻ സമസ്തക്കാരോട് പറയണം, നിങ്ങൾ ഖുർആൻ ഓതരുത്. നിങ്ങളെ പള്ളിയിൽ ഖുർആൻ കാണാൻ പാടില്ല. ഖുർആൻ അത്രമേൽ നിഷേധിച്ച സമൂഹത്തിന്റെ പേരാണ് സമസ്ത. നിങ്ങൾ ഹിഫ്ള് സെന്റർ എന്തിനു നടത്തുകയാണ്? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, കൽബിൽ തട്ടി ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഖുർആന്റെ ഹിഫ്ള് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? നിങ്ങളൊന്ന് പറയോ? എന്തിനാണ് നിങ്ങൾ ഈ ഖുർആന്റെ വചനം നോക്ക്. നൂഹ് നബി പറയാണ്, നിങ്ങൾക്ക് അല്ലാഹ് മഴ ഒരിഞ്ഞു തരും, നിങ്ങൾക്ക് അല്ലാഹ് സന്താനത്തെ തരും, അല്ലാഹ് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരും. എന്നിട്ടൊരു ചോദ്യം ചോദിക്കണ്ടേ? അല്ല, ഇതൊക്കെ അല്ലാഹ് ചെയ്തിരുന്നു പറയും. നിങ്ങൾ എന്താ പറയണേ? 5 ഔലിയാക്കൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് അല്ലാഹ് വേണ്ടാന്ന് നിങ്ങൾ പറയണേ. അല്ലാഹ് നിങ്ങളൊരു സ്ഥാനവും കൊടുത്തില്ല. എന്നിട്ട് എന്താ പറയണറിയോ? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖറാ. അല്ലാഹ് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കൽപ്പിക്കാത്തേ? നിങ്ങൾ 5 ഔലിയാക്കളെയാണല്ലോ വിളിക്കണേ. ഇത് KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട്, വഹാബി അല്ല, ഉറപ്പാണ്. ഞാൻ ഈ അധ്യായത്തെ കുറിച്ച് ഇതൊന്ന് വായിച്ച് കൽപ്പിക്കട്ടെ, രോമാഞ്ചം ഉണ്ടാവും. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, സുന്നി പബ്ലിക്കേഷൻ സെന്റർ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷയാ. ഇതില് സൂറത്ത് നൂഹ് ഒന്ന് കേട്ടോളിട്ടോ. അതായത് മൊയ്ലിയാമാരുടെ അവസ്ഥ ഈ തഫ്സീറിൽ പറയാൻ ആദ്യമായിട്ട് കേൾക്കണ്ടെന്നറിയോ? തങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്ക് അവർ വളരെ മഹത്വം കൽപ്പിച്ചിരുന്നു. അതേ സമയം കേട്ടോളൂ, ഇത് KV മുഹമ്മദ് മുസ്ലിയാരാ പറയുന്നത്, മുജാഹിദ് ബാദ്ശാന്റെ വ്യാഖ്യാന കുറിപ്പല്ല. ഇതിന്റെ പേജ് നമ്പർ 452, പേജ് നമ്പർ 452. നാളെ വന്നിട്ട് തെരഞ്ഞെടുന്ന് ബുദ്ധിമുട്ടണ്ട മൊയ്ലിയാരെ, ആ മൊയ്ലിയാരോടും കൂടിയാ പറയുന്നത്. കേട്ടോ, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്ക് അവർ വളരെ മഹത്വം കൽപ്പിച്ചിരുന്നു. ഏതുപോലെ? CM മടവൂരിന് സമസ്ത മഹത്വം കൽപ്പിക്കുന്ന പോലെ. കേട്ടോ, അടുത്ത കേട്ടോളൂ. അതേസമയം അവരെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിന് യാതൊരു മഹത്വമുള്ളതായി അവർ ഗണിച്ചിരുന്നില്ല. ഇന്ന് സമസ്തയുടെ അവസ്ഥ എന്താ?
ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, എന്താ സമസ്തയുടെ അവസ്ഥ? സമസ്തയുടെ അവസ്ഥ എന്താ? കുട്ടികളെ കിട്ടാൻ CM മടവൂർ. ഇവിടെ അള്ളാന്റെ റസൂല് നൂഹ് നബി പറയണോ, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളീ. ഇബ്രാഹിം നബി 84, 86 വയസ്സ് വരെ കുട്ടിയില്ല. ഇബ്രാഹിം നബി എന്താ ചെയ്ത്? നൂഹ് നബിനോട് ചോദിച്ചോ? ആദം നബിനോട് ചോദിച്ചോ? വേറെ ആരോടെങ്കിലും ചോദിച്ചോ? മലക്ക് ജിബ്രീലിനോട് ചോദിച്ചോ? ജിന്നുകളോട് ചോദിച്ചോ? ഇല്ല. ഇബ്രാഹിം നബി എന്താ ചെയ്ത്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹായ കുട്ടിനെ തരണേ. കുട്ടിനെ കൊടുത്തതാരാ? ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിനെ കൊടുത്താരാ? നേരത്തെ പറഞ്ഞേ ആമിൻ താത്ത എന്നല്ലേ പേര് പറഞ്ഞേ? ഈ മൊയ്ലിയാർ ആമിൻ താത്ത എന്നല്ലേ പേര് പറഞ്ഞേ? ആമിനത്താത്തക്ക് കുട്ടികൾ കൊടുത്താരാ? CM മടവൂര്. ഇബ്രാഹിം നബിക്ക് കുട്ടിനെ കൊടുത്താരാ? അള്ളാഹു. നമുക്ക് ആരാ വേണ്ടത്?